അറ്റാക്ക് വരുന്ന ആളുകൾക്ക് മിക്കവാറും CPR കൊടുക്കേണ്ടതുണ്ട്. CPR എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചത്. കുഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കുന്നവരാണ് ആളുകൾ കൂടുതലും. അപ്പോൾ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നതും അതുപോലെ CPR കൊടുക്കണമെന്നുള്ളതും നെഞ്ചത്ത് നമ്മുടെ കൈവെള്ളയുടെ ഇടത് കൈയുടെ പത്തി വെച്ചിട്ട് വലത് കൈ വെച്ച് അമർത്തുന്ന ഒരു ശൈലിയാണ് CPR. എല്ലാവർക്കും നമുക്ക് ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്താൽ CPR എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാകും. അപ്പോൾ ആ CPR കൊടുക്കുമ്പോൾ ഹാർട്ടിനെ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റും, ഷോക്ക് അടുപ്പിച്ച് അതുപോലെ ഹാർട്ടിനെ പ്രവർത്തിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നൊക്കെ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു സൂചന ഞാനിവിടെ പറയുകയാണ്. ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹ, നിങ്ങൾ ചിലത് കൊണ്ട് അടിക്കുക. ഫഖുൽ നദ്രിബൂഹു ബിബഅദിഹ കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്രകാരം മരിച്ചു പോകുന്നവരെ ജീവിപ്പിക്കും നാം, അല്ലെങ്കിൽ കദാലിക യുഹ്യില്ലാഹുൽ, അള്ളാഹു ജീവിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മരിച്ചു പോകുന്നവരെന്നുണ്ട്, മൗത്താരർത്ഥം മരിക്കാൻ പോകുന്നവരെന്നർത്ഥമുണ്ട്. ഏതായാലും ശരി, ഹാർട്ട് ഡെഡായ ആളുകളെയാണ് അത് പുനരുജ്ജീവിപ്പിക്കുന്നത്. അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു ബഹുമാനപ്പെട്ട മൂസാ അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രമാദമായ ആ കാലഘട്ടത്തിൽ നടന്ന ഒരു കൊലപാതക സംഭവവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ശരി, അങ്ങനെ ജീവിപ്പിക്കാൻ പറ്റുമെന്ന സൂചനയാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് മുഅസ്സിരീങ്ങളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹു ഖുർആനെ കൂടുതൽ പഠിക്കുവാനും ആ പരിശുദ്ധ ഖുർആനോടുള്ള സ്നേഹം നമുക്കൊക്കെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.